സെഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ദൈവശക്തിയുടെ ആഴമളക്കുന്ന മനുഷ്യൻ, ദൈവശക്തിയുടെ വലുപ്പം അളക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഭോഷനാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പോൾ ദൈവശക്തി എന്ന് പറയുന്നത് അളവറ്റതാണ്, അത് അളക്കാൻ പറ്റാത്തതാണ്. ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു ഉപകരണങ്ങൾക്കും ഒരു സാധ്യതകൾക്കും അളക്കാൻ പറ്റുന്നതിനും അപ്പുറത്ത് ആഴമേറിയതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. ആ ശക്തി, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. നിങ്ങൾ അവനിൽ ആശ്രയിക്കുന്ന, അവനിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു ദൈവഭക്തനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ഒരിക്കൽ ദൈവം സാത്താനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സാത്താൻ്റെ മറുപടി, അവൻ വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനു ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ദൈവം ചോദിച്ചത്, നീ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ, നീ അവനെ നോക്കിയോ എന്നാണ് ദൈവം ചോദിച്ചത്. അതിന് വ്യക്തമായിട്ട് സാത്താൻ മറുപടി പറയാതെ, സാത്താൻ്റെ മറുപടി, അവൻ വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്. അതിനർത്ഥം ഒരു ദൈവഭക്തന്റെ മേൽ ദൃഷ്ടി വെക്കുവാനായിട്ട് സാത്താന് സാധ്യമല്ല. നിങ്ങളൊരു ദൈവഭക്തനാണ് എങ്കിൽ, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭയം ഉള്ളവനുമാണെങ്കിൽ, ദൈവവചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ, നിങ്ങളെ നോക്കുവാനായിട്ട്, നിങ്ങളുടെ നേരെ ദൃഷ്ടി വെക്കുവാനായിട്ട്, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തളങ്ങൾ അറിയുവാനായിട്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് എത്തി നോക്കുവാനായിട്ട് സാത്താന് സാധ്യമല്ല. കാരണം ദൈവം നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കും. ആ വേലി എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന, ഹൃദയപ്രകാരം അവനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ദൈവശക്തിയുടെ ഒരു വേലി ദൈവം കെട്ടിയിരിക്കും. ആ വേലി പൊളിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരാനായിട്ട്, എന്തിന്? ആ വേലിയുടെ പുറത്തു നിന്നുകൊണ്ട് നിങ്ങളെ ഒന്ന് എത്തി നോക്കാനായിട്ട്, ദൃഷ്ടി വെക്കാനായിട്ട് സാത്താന് സാധ്യമല്ല. കാരണം ദൈവശക്തി എന്ന് പറയുന്നത് അത് അളവറ്റതാണ്. 2 ദിനവൃത്താന്തങ്ങൾ അതിൻ്റെ 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് ചിലരെ അന്വേഷിക്കുകയാണ്. ആരെയാണ് അന്വേഷിക്കുന്നത്? യഹോവയിൽ തന്നെ ഏകാഗ്രമായ മനസ്സോടെ അവനെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു യഹോവയുടെ കണ്ണിങ്ങനെ നോക്കുന്നത്? തൻ്റെ ശക്തിയൊന്ന് അവർക്ക് വേണ്ടി വെളിപ്പെടുത്തണം. ദൈവം ഇത് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത്, തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എങ്കിൽ, തന്നിൽ തന്നെ വിശ്വസിക്കുന്ന, തന്നിൽ തന്നെ ആശ്രയിക്കുന്ന, നിഷ്കളങ്കനും നേരോടും നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവശക്തി വെളിപ്പെടുത്തുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആ ഒരു മനുഷ്യൻ, നിങ്ങൾ നേരോടെ നടക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾ നിഷ്കളങ്കനായിട്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, ദൈവവചനപ്രകാരം നിങ്ങളെ തന്നെ ക്രമീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും.
ഇന്ന് ഈ സമയത്ത് യഹോവയിൽ തന്നെ രസിക്കുവാനായിട്ട്, അവനിൽ തന്നെ ഏകാഗ്രമുള്ള ഒരു മനസ്സോടെ ഇരിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഹൃദയം ഉണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് എങ്കിൽ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ ആരാണ്? നിങ്ങൾ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഏകാഗ്രമായ മനസ്സോടെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ, യഹോവയിൽ തന്നെ രസിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തന്നെ തൊടും. അങ്ങനെ സാത്താൻ നിങ്ങളെ തൊട്ടാൽ, നിങ്ങൾക്കുള്ളതിനെ തൊട്ടാൽ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ തൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി കുലുക്കും. ശത്രുവിനെതിരായിട്ട് അവൻ തൻ്റെ കരം കുലുക്കും. അങ്ങനെ നിങ്ങളെ കവർച്ച ചെയ്യുവാൻ അന്വേഷിക്കുന്ന ശത്രുവിൻ്റെ പക്കൽ നിന്നും എന്തൊക്കെ അവൻ നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മടക്കി തരുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിട്ടുകിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ഹല്ലേലൂയ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും. ആർക്കാണ് ദൈവം മടക്കിത്തരുന്നത്? യഹോവയിൽ തന്നെ ഏകാഗ്രമായ മനസ്സോടെ ഇരിക്കുന്നവർക്ക്, യഹോവയിൽ തന്നെ രസിക്കുന്നവർക്ക്, നിഷ്കളങ്കതയോടെ നേരോടെ ദൈവവചനപ്രകാരം നടക്കുന്നവർക്ക് വേണ്ടി ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? ഇതുവരെ നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു നടന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ, ഏകാഗ്രതയില്ലാതെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മനസ്സിനനുസരിച്ച് നടന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ, ദൈവസന്നിധിയിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. ഇനിയുള്ള എൻ്റെ ശിഷ്ടകാല ജീവിതം ഞാൻ യഹോവയിൽ തന്നെ ഏകാഗ്രമുള്ള മനസ്സോടെ, യഹോവയിൽ തന്നെ നോക്കിക്കൊണ്ട്, അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ തന്നെ രസിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ദൈവസന്നിധിയിൽ ഇന്നൊരു തീരുമാനമെടുക്കാമെങ്കിൽ, വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുവാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇത് ശ്രവിക്കുന്ന ഓരോ വ്യക്തിയോടും അവിടുന്ന് സംസാരിക്കണമേ. ഹൃദയപ്രകാരം ക്രമീകരിക്കപ്പെടുവാൻ, അങ്ങിൽ തന്നെ ദൃഷ്ടി വെക്കുവാനായിട്ട്, അങ്ങിൽ തന്നെ ഏകാഗ്രമുള്ള ഒരു മനസ്സോടെ ഇരിക്കുവാനായിട്ട്, അങ്ങയിൽ തന്നെ രസിക്കുവാനായിട്ട് ദൈവമേ ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് ക്രമീകരണം വരുത്തണമേ. ഹൃദയങ്ങളോട് സംസാരിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ശക്തി അവരുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ. തലമുറയ്ക്ക് വേണ്ടി ആരോഗ്യപരമായ വിഷയത്തിനകത്ത്, സാമ്പത്തിക മണ്ഡലത്തിൻ്റെ മേൽ, അവരുടെ കുടുംബ വിഷയത്തിനകത്ത് അങ്ങയുടെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനപ്രകാരം, മാറ്റമില്ലാത്ത അങ്ങയുടെ വചനപ്രകാരം തന്നെ ഞങ്ങളത് ക്ലെയിം ചെയ്ത് നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രവർത്തിക്കുന്ന മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.